സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് പ്രകടമാകുന്നത്. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില ഉയരുമോ അതോ കുറയുമോ എന്നാണ് ആഭരണ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. അതേസമയം സ്വർണ്ണവില കുറഞ്ഞത് വിൽക്കാനുള്ള ആളുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് 2-3 മാസങ്ങളിലായി കാണുന്നത്. കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് സംഭവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസവും ഇന്നുമായി നേരിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും വില ഉയരുമോ അതോ വീണ്ടും കുറയുമോ എന്നാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. സ്വർണ്ണവില താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് നിൽക്കുന്നതെങ്കിലും ഇപ്പോഴും സ്വർണം വാങ്ങാനായി ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ലെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. സ്വർണ്ണവില കൂടുതൽ താഴുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വർണ്ണവില വീണ്ടും താഴേക്ക് കൂപ്പുകുത്തും എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വില കുറയുന്നത് സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്നവർക്ക് ആശങ്കയാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് സ്വർണ്ണവില കൂപ്പുകുത്താനുള്ള സാധ്യത കൂടുതലാണ്. 80,000 രൂപയിലേക്ക് വരെ സ്വർണ്ണവില എത്തുമെന്ന പ്രവചനങ്ങൾ നടത്തുന്ന സാമ്പത്തിക വിദഗ്ധരുടെ എണ്ണവും കുറവല്ല. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് പിന്നാലെയാണ് കുതിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചത്. യുദ്ധം ആരംഭിച്ചതോടെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇതോടെ ഡോളർ മൂല്യം ഉയരുകയും ഇത് നിക്ഷേപകരെ സ്വർണ്ണത്തിൽ നിന്നും അകറ്റുകയും ചെയ്തു. യുദ്ധം സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങാൻ തുടങ്ങിയാൽ സ്വർണ്ണവില കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ യുദ്ധത്തിൽ സമാധാനം വന്നു തുടങ്ങിയെങ്കിലും വില കൂടുന്നതിന് പകരം കുറയുകയാണ് ഉണ്ടായത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ എന്ത് മാറ്റം വരുത്തുമെന്നതാണ് നിലവിൽ വിപണി ഉറ്റുനോക്കുന്നത്. പലിശ നിരക്ക് കൂട്ടിയാൽ ഡോളർ മൂല്യം ഉയരുകയും പിന്നാലെ നിക്ഷേപകരെല്ലാം കൂട്ടത്തോടെ ഡോളറിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. ഡോളർ മൂല്യം ഉയർന്നു നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന മാറ്റം തന്നെയാണ് വിപണിയിൽ ഇപ്പോൾ സ്വർണ്ണത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഡോളറിന് ഡിമാൻഡ് കുറഞ്ഞാൽ സ്വാഭാവികമായും സ്വർണ്ണവില തിരിച്ചുകയറാനുള്ള സാധ്യതയുമുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.